ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലിംഗ് കസിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പുതിയൊരു ഡിഷുമായിട്ടാണ്, ചിക്കൻ കൊണ്ടാട്ടം. 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, പിന്നെ ചിക്കൻ മസാല. നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിനീഗർ ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരും ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ വിനാഗിരി ചേർത്തിട്ട് വേണം നമുക്ക് ഈ മിക്സ് ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് ഇതിൽ തേച്ച് കൊടുക്കാം. ചേർത്ത് വെച്ചിരിക്കുന്ന മസാലയുടെ പേസ്റ്റ് ഇനി ചിക്കനിലിട്ട് നല്ലോണം പരത്തിയെടുക്കാം. നമ്മള് 2 മണിക്കൂറിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ ഇവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടുപ്പ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുമ്മ ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഉരുളി ചൂടായി വരുമ്പോ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും ചെയ്തെടുക്കാം, പക്ഷെ വെളിച്ചെണ്ണയിൽ ചെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഓരോ പീസസ് ആയിട്ട് വെച്ചു കൊടുക്കാം. എടുത്തോടാ. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരിവാകുമ്പോ അത് വേറെ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. എന്നിട്ട് അടുത്ത ട്രിപ്പ് വറക്കാം. നമ്മളിപ്പോ ചിക്കൻ മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഇടാനായിട്ട് നമ്മള് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പച്ചമുളക് ഒന്ന് വറുത്ത് കോരി എടുക്കണം. ഈ വറ്റൽമുളകിന്റെ കളറൊന്ന് മാറി തുടങ്ങുന്നതോടുകൂടി ഇത് നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കും. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില മൂത്ത് വരുന്നതോട് കൂടിയിട്ട് ഉള്ളിയും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എന്നിവ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ മിക്സിലേക്ക് ആഡ് ചെയ്യാം. ചെറിയ തീയിൽ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണം മാറുന്നതോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് ചതച്ച മുളക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് ആഡ് ചെയ്താൽ മതി. ഇത് നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഗ്രേവി വേണ്ടവർക്ക് കുറച്ച് ചൂടുവെള്ളം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കും ഗ്രേവി നല്ലോണം ആവുന്ന രീതിയിൽ വേണം ഇളക്കാൻ. ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ സാധനമായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചില്ലിങ് കസിൻസ്.